നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ ദേവീമന്ത്രധ്വനികളുടെ അകമ്പടിയോടെ കണിച്ചുകുളങ്ങര ദേവിക്ക് താലി ചാർത്ത്. ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷേത്ര തിരുസന്നിധിയിലെത്തിയത് 10,000. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വടക്കൻ മേഖലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രിമുഖ്യൻ മോനാട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാശിവരാത്രി 26-ാം തീയതി ബുധനാഴ്ച. മരിച്ചുപോയ ഭർത്താവ് പണം നൽകാനുണ്ടെന്നും പറഞ്ഞ് യുവതിയെ മർദ്ദിക്കുകയും വള ഊരിയെടുക്കാൻ ശ്രമിച്ചതായും പരാതി. വൈക്കത്താണ് സംഭവം. യുവതി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിശദമായ വാർത്തകൾ. മരിച്ചുപോയ ഭർത്താവ് പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയും കയ്യിൽ കിടന്ന വള ഊരിയെടുക്കാൻ ശ്രമിച്ചതായും പരാതി. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. 4 വർഷം മുമ്പ് മരിച്ച ഭർത്താവ് കടം വാങ്ങിയ പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് വ്യാപാര സ്ഥാപനം നടത്തുന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും കയ്യിൽ കിടന്ന സ്വർണ്ണവള ഊരിയെടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്തതായാണ് പരാതി. വൈക്കം പൊട്ടൻചിറയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന വൈക്കം പ്രയാർ സ്വദേശിനിയായ ധന്യയാണ് ഇത് സംബന്ധിച്ച് തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത്. മർദ്ദനത്തിൽ കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ യുവതി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തലയോലപ്പറമ്പ് പൊട്ടൻചിറയിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ കടയിലെത്തിയ യുവാവ് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവതിയെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കിടന്ന വള ഊരി എടുക്കുന്നതിന് ശ്രമിക്കുകയായിരുന്നുവെന്നും പറയുന്നു. 2 മണിയായിക്കാണ്. ഞാൻ ചോറ് തിന്നിട്ടിരുന്ന സമയത്ത് ഇവൻ വന്ന് ഞാൻ ചോറ് തിന്നപ്പോൾ ഇവനെ കയറി വന്ന് കിഷോർ. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു പൈസ എന്നാ തന്നെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പൈസ? അപ്പോൾ 2 ലക്ഷം രൂപ നിൻ്റെ ഭർത്താവിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എന്നാ തരണ്ടേന്ന് അറിയണം ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ ഈ നിവൃത്തിയില്ല, ഞാൻ കിഷോറിനോട് പൈസ നേരിട്ട് വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തരാനിപ്പോൾ നിർവാഹമില്ല. എനിക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഭർത്താവിന് തരാനുള്ള ഒത്തിരി പൈസ കിട്ടാനുണ്ട്, ആരും എനിക്ക് തന്നിട്ടില്ല. പിന്നെ കൊടുക്കാനുള്ളവരിട്ട് മാറണമില്ല. ഞാൻ എങ്ങനെ കൊടുക്കാനാന്ന് പറയാം, എനിക്കിപ്പോൾ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉടനെ തന്നെ ആൾ വയലൻ്റായി. വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ മേല. എന്നാണ് അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യെ കയറി പിടിക്കുകയും വള ഊരാൻ ശ്രമിക്കുകയും തലമുടിക്കിട്ട് പിടിച്ച് അപ്പം ഞാൻ ചോറ് തിന്നിട്ടിരിക്കുന്ന എന്നെ അവിടെ നിന്ന് എഴുതിട്ട് പിന്നെ എന്നൊക്കെ കാണിച്ചു എനിക്ക് വേണ്ടി തലക്കിട്ടടിച്ച് ഞാൻ കവളത്തിട്ടടിക്കാൻ വന്നവൻ ഞാൻ തല ഇങ്ങനെ തടുത്തപ്പോൾ എൻ്റെ തലക്കിട്ടായ ഇടി. ഞാൻ തെറിച്ചു പോയി. എൻ്റെ തലക്ക് എന്തെങ്കിലും ഇടിച്ച് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ 3 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്, അതുങ്ങൾ ആര് നോക്കും? എൻ്റെ മക്കൾക്ക് പിന്നെ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാണ്ടെന്ന അവസ്ഥ വന്നേനെ. ഇവൻ എന്നെ ഒന്നും പറ്റാഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ തല അനക്കാൻ മേല. എന്നിട്ട് ഞാൻ ഏറ്റു വന്നപ്പോൾ അവൻ ഒന്നും കൂടെ തന്നു. 2 പ്രാവശ്യം അവൻ എൻ്റെ തലക്കെട്ടടിച്ച്. ഞാൻ എന്നിട്ട് വീണുപോയി. എന്നിട്ട് പിന്നെ എന്നെ എങ്ങനെയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. ആ പരുവത്തിലായിരുന്നു ഇവൻ എന്നെ ഉപദ്രവിച്ചിട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മണക്കുന്നം സ്വദേശിയായ യുവാവിനെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വനിതാ വ്യാപാരിയെ മർദ്ദിച്ച യുവാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഭക്തിയുടെ നിറവിൽ ദേവീമന്ത്രധ്വനികളുടെ അകമ്പടിയോടെ കണിച്ചുകുളങ്ങര ദേവിക്ക് പട്ടും താലിയും ചാർത്തി. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തിയത്. നീലമേഘക്കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്, ദേവിക്കായിരം കുടം അമൃതമുണ്ട്, വിണ്ണീലായിരം കുടം അമൃതമുണ്ട്. എങ്കിലുമെൻ മൺകലത്തിലെ ആൾരൂപം മംഗരൂപം കളിച്ചുകുളങ്ങര ദേവി തന്നിഷ്ട നൈവേദ്യം. അരയിലും തലയിലും ചെമ്പട്ട് കെട്ടി ആടയാഭരണങ്ങളും കിരീടവും അണിഞ്ഞാണ് ചിക്കരക്കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ താലിചാർത്ത് മഹോത്സവത്തിൽ പങ്കെടുത്തു. ഇവർക്കായി KSRTC പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രം നിയോഗിച്ചുള്ള വളണ്ടിയർമാരും പോലീസും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സജീവമായി ഉണ്ടായിരുന്നു. രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം നിലവറ തുറന്ന്
ദേവിയുടെ ആഭരണങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് അവകാശികളായ തട്ടാനെയും കൊല്ലപ്പണിക്കാരനെയും ഏൽപ്പിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മിനുക്കി. 17 വട്ടത്താലി, പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന 9 വലിയ താലി, പറ്റക്കെട്ട്, നെക്ലസ് 3 ജോഡി, നെറ്റിച്ചുട്ടി, അരപ്പട്ട, വജ്രമുക്കുത്തി, സ്വർണ്ണ പാദസ്വരങ്ങൾ, പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെള്ളി നെറ്റിച്ചുട്ടി അടക്കമുള്ള ആഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്രയായി എത്തിച്ച് ശാന്തിക്ക് കൈമാറി. ഉച്ചയ്ക്ക് 12 മണിയോടെ ദേവിക്ക് പട്ടും താലിയും ചാർത്തി. 10,000-കണക്കിന് ഭക്തരാണ് ദേവീക്ഷേത്രത്തിലെ പട്ടും താലിയും ചാർത്തി ചടങ്ങിൽ എത്തിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ല വടക്കൻ മേഖലാ കൺവെൻഷൻ ചേർത്തലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ 2 വർഷം കൂടുമ്പോഴും ആണ് നമ്മുടെ സംഘടനയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന, സംഘടനയുടെ അടുത്ത കാലയളവിലേക്കുള്ള നേതൃനിരയെ അടക്കം തിരഞ്ഞെടുക്കുന്ന സംഘടനാപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടാവുക. അത് മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ച് മേഖലാ കമ്മിറ്റികളെ തിരഞ്ഞെടുത്ത് പിന്നീട് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുക. സംസ്ഥാന സമ്മേളനത്തോടു കൂടി ആ നടപടിക്രമങ്ങൾ അവസാനിക്കും. തികച്ചും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാകും ഈ സമ്മേളന നടപടികളിലെല്ലാം ചർച്ചയാവുന്നത്. പക്ഷെ സംസ്ഥാന കൺവെൻഷൻ നേരെ തിരിച്ചാണ്. സംസ്ഥാന കൺവെൻഷൻ നടക്കുന്നതും 2 വർഷം കൂടുമ്പോഴാണ്. ഒരു സമ്മേളന കാലയളവിനിടയിലെ ഓരോ വർഷവുമാണ് സംസ്ഥാന കൺവെൻഷനുകൾ നടക്കുക. ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ സുധീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ട്രഷറർ മോഹനംപിള്ള സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ KCCL റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുധീഷ് പട്ടണം, സിഡ്കോ ഡയറക്ടർ ലതീഷ് കുമാർ, സിഒഎ സംസ്ഥാന സമിതി അംഗം G സുരേഷ് ബാബു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു, ജില്ലാ സെക്രട്ടറി P മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസിദ്ധമായ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. തന്ത്രിമുഖ്യൻ മോനാട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ച് കൊടിയേറ്റ് ചടങ്ങ് നടന്നു. കാഴ്ചശ്രീബലി, ഓട്ടംതുള്ളൽ, ഋഷഭവാഹന എഴുന്നള്ളത്ത്, കഥകളി, ഭക്തിഗാനസുധ, തിരുവാതിര, ശിവരാത്രി സംഗീതോത്സവം, ഗാനമേള, സ്പെഷ്യൽ പഞ്ചാരിമേളം, ബാലെ എന്നിവ ഉത്സവ ആഘോഷത്തോട് അനുബന്ധിച്ച് നടക്കും. 27-ന് ആറാട്ടോടെ സമാപനമാകും. വൈക്കം വെച്ചൂർ പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു. 5 ലക്ഷം രൂപ വിനിയോഗിച്ച് 200 വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ 3 വർഷമായി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു വരുന്ന പഞ്ചായത്ത് ഇക്കുറി ജനറൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് ആദ്യമായി കട്ടിലുകൾ നൽകി. അടുത്ത വർഷത്തോടെ പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ വയോജനങ്ങൾക്കും കട്ടിൽ നൽകാനാകുമെന്നാണ് കരുതുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കട്ടിൽ വിതരണാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ നിർവഹിച്ചു. 200 പേർക്കാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യമായ വാർഡ് തലത്തിൽ പരിശോധന നടത്തി ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി മുൻഗണന നോക്കിയാണ് അത് കൊടുക്കുന്നത്. അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്ന നമ്മുടെ ICS സൂപ്പർവൈസർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പദ്ധതികളൊക്കെ കൃത്യമായി നിർവഹിക്കുകയും കൊടുക്കുന്ന ഫണ്ടുകൾ പൂർണ്ണമായി ചെലവഴിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനൊക്കെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളെ അതുപോലെ തന്നെ ICS ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കും. പദ്ധതിയിൽ പങ്കുവച്ചിട്ടുള്ളത് 200 പേർക്കാണ് കൊടുക്കുന്നത്. ഒരു വാർഡിൽ ശരാശരി 15 പേർക്കോളം കൊടുക്കാൻ സാധിക്കും. നമുക്ക് വൃദ്ധർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പദ്ധതിയുടെ ഭാഗമായി വിനിയോഗിക്കേണ്ട ഫണ്ടുകളിൽ അധികരിച്ച തുക തന്നെയാണ് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വയോജനങ്ങൾക്ക് വിവിധങ്ങളായ പദ്ധതി നടപ്പിലാക്കുന്നു. അതോടൊപ്പമുള്ള പദ്ധതിയാണ് കട്ടിൽ വിതരണം. അത് 5 ലക്ഷം രൂപ പദ്ധതി വകകൊള്ളിക്കുകയും അത് കൊട്ടേഷൻ വിളിച്ച് നെഗോസിയേഷൻ നടത്തി വളരെ ഗുണമേന്മയുള്ള സാധനം വളരെ കുറഞ്ഞ റേറ്റിൽ മേടിക്കുകയും അങ്ങനെയാണ് നമുക്ക് 200 പേർക്ക് കൊടുക്കാൻ സാധിച്ചത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സോജി ജോർജ്, PK മണിലാൽ, S ബീന, പഞ്ചായത്ത് അംഗങ്ങളായ N സഞ്ജയൻ, ബിന്ദു രാജു, സ്വപ്ന മനോജ്, ആൻസി തങ്കച്ചൻ, ICDS സൂപ്പർവൈസർ ഡോക്ടർ S ശ്രീമോൾ, അംഗനവാടി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഫെബ്രുവരി 27-ന് തീരദേശ ഹർത്താലും മാർച്ച് 12-ന് പാർലമെന്റ് മാർച്ചും നടത്തും. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം വൈപ്പിനിൽ ചേരുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിച്ച സെമിനാർ. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് യോജിച്ച ഒരു ക്യാമ്പയിൻ വേണം എന്നാലോചിച്ചത്. കേരളത്തിലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി 2 തലങ്ങളിൽ 2 നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഒന്നിച്ച് വരികയുണ്ടായി. അതിൻ്റെ ആഹ്വാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും തീരദേശത്ത് പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് തീരദേശ ഹർത്താലിന് കോൾ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ LDFിൻ്റെ കൺവീനർ UDFുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കേരള നിയമസഭ കടൽ മണൽ ഖനനത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 24-ാം തീയതി 22-ന്റെ പരിപാടി കൂടാതെ 24-ാം തീയതി തോട്ടപ്പള്ളിയിലും ചെട്ടിയാടും അർത്തുങ്കലും തനതായ ക്യാമ്പയിൻ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. 26-ാം തീയതി ചേരുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ AITUCയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം അനുബന്ധ സമരപരിപാടികളും തീരുമാനിക്കും. എല്ലാവരും യോജിച്ചാണ് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകിയിട്ടുണ്ട്. ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമസഭയുടെ പ്രമേയം കൂടി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം കൂടി ഞങ്ങൾ ഈ കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. സാമൂഹ്യാഘാത പഠനം പോലും നടത്താതെയാണ് വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കൊല്ലം പരപ്പിൽ കടവിൽ മണൽ ഖനനത്തിലുള്ള ടെൻഡർ നൽകുന്നത്. കടൽ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും നേതാക്കൾ പറയുന്നു. കേന്ദ്ര നിയമമായ വികസനവും നിയന്ത്രണവും നിയമം അനുസരിച്ചാണ് ലേല നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ട് മാത്രമാണ് ഇതിന് പിന്നിലെന്നും നേതാക്കൾ പറയുന്നു. ഇതിനെതിരെയാണ് ഫെബ്രുവരി 27-ന് തീരദേശ ഹർത്താലും മാർച്ച് 12-ന് പാർലമെന്റ് മാർച്ചും നടത്തുന്നത്. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി T രഘുവരൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC ജില്ലാ ജനറൽ സെക്രട്ടറി VC മധു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈക്കം ചെമ്മനത്തുകര 113-ാം നമ്പർ SNDP ശാഖയുടെ കീഴിലുള്ള നാരായണേശ്വരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് കൊടിയേറി. ശിവഗിരി മഠം ശിവനാരായണ തീർത്ഥസ്വാമികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അങ്ങനെയുള്ള ഈ പുണ്യ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ ജീവിതത്തിലെ പല പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഭഗവാന്റെ ഉപാസകരായി മാറേണ്ടതാണ്. നമ്മുടെ ക്ഷേത്രത്തെ പറ്റി വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി നമ്മൾ കാണുമ്പോൾ പരമകാരുണികനായ മഹാഗുരുവിന്റെ സഹിതമാണ് ചെമ്മനത്തുകര ക്ഷേത്രം. മേൽശാന്തി രൂപേഷ് ശാന്തി കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റിന് മുന്നോടിയായി കുലവാഴ പുറപ്പാട്, കൊടിക്കയർ, കൊടിക്കൂറ സമർപ്പണം എന്നിവ നടത്തി. കൊടിയേറ്റിന് ശേഷം പ്രസിഡന്റ് VV ഗോപാൽ തിരുനടയിൽ ദീപം തെളിയിച്ചു. 26-ന് ഉത്സവം സമാപിക്കും.
ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പ്രിൻസിപ്പലിനുമാണ് ആദരവ് ഒരുക്കിയത്. ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രീ ഡിഗ്രി മതിയായിരുന്നു, കോളേജിൽ പ്രീ ഡിഗ്രി എന്നുള്ള നിലയിലേക്ക് മതിയായിരുന്നു എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരെ ഇപ്പോഴും. എന്നാൽ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രീതി സ്കൂളിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതോടുകൂടി കുറെ കൂടി ശിക്ഷണത്തോടു കൂടി കുറെ കൂടെ നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ലോകപ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാർത്ഥത, ആ ഗുരുശിഷ്യ ബന്ധം, ആ ബന്ധത്തിന് ചില കോർണറിൽ നമ്മുടെ പല അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു അധ്യാപകൻ എത്രത്തോളമാണ് ആ കുട്ടികളെ സ്നേഹിക്കുന്നത് എന്നുള്ളത്, സമൂഹത്തിലുള്ള കടപ്പാട് എന്താണെന്നുള്ളത്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ K. സജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഷ്റഫ് കുഞ്ഞാശാൻ, BR ബിന്ദു, U. ജയൻ, S. മനോജ്, G. മുകുന്ദൻ നായർ, KR ജ്യോതി തുടങ്ങിയവർ പ്രസംഗിച്ചു. അഖില കേരള ധീവരസഭ അമ്പലപ്പുഴ താലൂക്ക് സമ്മേളനം ചേർന്നു. ആലപ്പുഴ ശ്രീ ഭഗവതി വിലാസം ഓഡിറ്റോറിയത്തിൽ ജനറൽ സെക്രട്ടറി V. ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ കണക്കും റിപ്പോർട്ടും അത് ഓഡിറ്റ് ചെയ്ത് കമ്മിറ്റിയും കൗൺസിലും വെച്ച് പാസ്സാക്കുന്ന തരത്തിൽ ഒരു ഡേറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് നല്ലത്. അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് പരസ്പരം പഴിചാരിയേണ്ട യാതൊരു കാര്യമില്ല. കണക്ക് ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലൊരു റിപ്പോർട്ടല്ല വേണ്ടത്, വിശദമായ കഴിഞ്ഞ 2 വർഷത്തിലധികമാകും വിശദമായ സംഘടനാ റിപ്പോർട്ട് വേണം. ധീരവസഭ അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് K. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി R. സജിമോൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി NR ഷാജി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ B. കളത്തിൽ, C. ഗോപിനാഥ്, ജില്ലാ പ്രസിഡന്റ് P. പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി തങ്കരാജ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ S. മോഹൻ, B. ശിവദാസ്, അജിത്, വൈസ് പ്രസിഡന്റ് അഖിലാനന്ദൻ, മഹിളാ സഭ വൈസ് പ്രസിഡന്റ് ഷിജി തങ്കരാജ്, മഹിളാ സഭാ സെക്രട്ടറി റിനു ബൈജു എന്നിവർ ആശംസകൾ അറിയിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 21-ാം വാർഡിൽ പരുത്തിയിൽ വീട്ടിൽ സ്റ്റീൽ ബിനു എന്ന് വിളിക്കുന്ന ജെയ്സണെ കാപ്പ ചുമത്തി നാടുകടത്തി. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ഇയാൾക്ക് 6 മാസത്തേക്ക് വിലക്ക്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ ശുപാർശയിൽ എറണാകുളം റേഞ്ച് DIG ഡോക്ടർ സതീഷ് ബിനോയാണ് ജെയ്സിനെതിരെ കാപ്പ ചുമത്തി ഉത്തരവാക്കിയത്. ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജെയ്സനെന്ന് പോലീസ് പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തിയുടെ നിറവിൽ ദേവീമന്ത്രധ്വനികളുടെ അകമ്പടിയോടെ കണിച്ചുകുളങ്ങര ദേവിക്ക് താലി ചാർത്ത്. ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷേത്ര തിരുസന്നിധിയിലെത്തിയത് 10,000. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വടക്കൻ മേഖലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രിമുഖ്യൻ മോനാട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാശിവരാത്രി 26-ാം തീയതി ബുധനാഴ്ച. മരിച്ചുപോയ ഭർത്താവ് പണം നൽകാനുണ്ടെന്നും പറഞ്ഞ് യുവതിയെ മർദ്ദിക്കുകയും വള ഊരിയെടുക്കാൻ ശ്രമിച്ചതായും പരാതി. വൈക്കത്താണ് സംഭവം. യുവതി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.